കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. 9-ാം മണി നേരത്ത് യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബത്താനി എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ പറയപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. ഇതൊരു കൊട്ടേഷനായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ 22-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് ഇത് വർഷങ്ങൾക്ക് പിറകിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന സങ്കീർത്തനമായിട്ട് നമുക്ക് സങ്കീർത്തനം 22 കാണാൻ കഴിയും. അവിടെയും പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്, എൻ്റെ ഞരക്കം കേൾക്കാതെ പോയത് എന്തെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ക്രൂശീകരണത്തിൽ പിതാവാം ദൈവത്താൽ കൈവിടപ്പെട്ട പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് ക്രൂശിൽ കാണുവാൻ തക്കവണ്ണം കഴിയും. ഇതൊരു സന്ദേശമാണ്, ഇതൊരു ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എല്ലാവരും കൈവിട്ടുപോയി, ആർക്കും സഹായിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മളായിത്തീരുന്ന ഒരു മേഖല നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരും. എല്ലാവരും കൈവിടും. ഒരു അപ്പനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ മക്കളോ പാസ്റ്ററോ വിശ്വാസികളൊക്കെ നമ്മളെ വിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും, അല്ലേ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അയ്യോ, ഈ കഷ്ടതയിൽ ആരും എനിക്ക് തുണ നിന്നില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എന്നെ ശക്തീകരിപ്പാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം, ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞ ദൈവം പോലും കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. യേശു കർത്താവ് പറയുന്നില്ലേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? അതിൻ്റെ അർത്ഥം എന്തുവാ? അവിടെ ഒരു കൈവിടപ്പെടലിൻ്റെ സാഹചര്യം അവിടെ കാണുകയാണ്. സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളാൽ തോന്നപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തില്ല. പക്ഷേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഭാഗം നമ്മൾ ആ ക്രൂശീകരണ മേഖലകളുമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് പിതാവാം ദൈവം പുത്രനെ ആ സമയത്തേക്ക് കൈവിടുകയാണ്. കാര്യം അങ്ങനെ കൈവിട്ടെങ്കിലേ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകത്തുള്ളൂ. യേശു കർത്താവിൻ്റെ ശരീരത്തിലുള്ള അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കപ്പെട്ട് മരണത്തെ സ്തോത്രമല്ലയിൽ ദർശിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു തലമുണ്ട്. ഇവിടെയാണ് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാകുന്നത്. ഇത് നടക്കണമെങ്കിൽ മരണമെന്ന ഇല്ലെങ്കിൽ ക്രൂശീകരണമെന്ന ദൈവ പദ്ധതിയിലൂടെ അവൻ കടന്നുപോയേ ഒക്കത്തുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ചില കഷ്ടതകൾ നമ്മളെ തകർക്കാനുള്ളതല്ല, ചില ക്രൂശുകൾ നമ്മളെ മുടിക്കാനുള്ളതല്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും കൈവിടപ്പെട്ടു എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഒറ്റക്കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആത്മാവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്ക് വേണ്ടി ഒരു ഉയർപ്പ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശ്രദ്ധയിലേക്ക്, ഈ ചിന്തകളിലേക്ക് കടന്നു വരുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, എല്ലാവരും കൈവിടപ്പെടുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ കരം പിടിക്കാൻ, നമ്മോട് ചേർത്ത് നമ്മെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവകരം നമുക്ക് മുന്നിലായി പിന്നിലായി ഉണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചിറകടി മറിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന. എല്ലാവിധമായ ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.